വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ആ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കാൻ കടപ്പെട്ടവരാ. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുമെന്ന്. യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവനായിരിക്കും. അങ്ങനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി അവൻ കർത്താവിലാകുന്നു എന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. ഒരു ക്രിസ്തീയ ജീവിതം അത് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചും ആ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ റോമർ 8:9 വായിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ ഈ ആത്മാവിനാൽ നടത്തപ്പെടണമെന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണ്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് തന്നെ ആ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് യോഹന്നാൻ 16:13 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ സകല സത്യത്തിലും വഴി നടക്കപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്നാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഇവിടെ ഒരു ജീവിതം അത് ദൈവഹിതത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ വഞ്ചിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മീകൻ ആരാകുന്നു എന്നതിനെക്കുറിച്ചാണ്. ഒരു ആത്മീകൻ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്, എങ്ങനെ നമുക്ക് അവനെ തിരിച്ചറിയാം? ഞാനൊരു ആത്മീകനാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടു പ്രാകൃതന്മാരെക്കുറിച്ചും ജഡീകന്മാരെക്കുറിച്ചും. പ്രാകൃതന്മാരെ കൊണ്ടോ ജഡീകന്മാരെ കൊണ്ടോ ദൈവത്തിന് പ്രയോജനമില്ല. അവരിലൂടെ ദൈവനാമം ദൂഷിക്കപ്പെടാൻ സാധ്യത ഏറെ. അപ്പം അതുകൊണ്ട് ഞാനൊരു ആത്മീകനായിരിക്കണം, എങ്കിൽ മാത്രമേ കർത്താവിന് മഹത്വം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ആത്മീയന്റെ ഒന്നാമത്തെ അടയാളമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത്, ഒരു ആത്മീകൻ ദൈവവചനത്തിന് വേണ്ടി വിശപ്പും ദാഹമുള്ളവനായിരിക്കും. ദൈവവചനം വായിക്കുന്നവനും അത് ധ്യാനിക്കുന്നവനുമായിരിക്കും. കാരണം നമ്മുടെ ആത്മീയമായ ഭോജനം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ വചനം എന്നുള്ളത് ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 1 കൊരിന്ത്യർ 1:18 വായിക്കുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നതാണ്. അപ്പം രക്ഷിക്കപ്പെടുന്നവർക്കാണ് ഇത് ദൈവശക്തിയായി അത് പരിണമിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവശക്തിയായിട്ട് അവർക്ക് പ്രാപിക്കുവാൻ കഴിയുന്നതുകൊണ്ടാണ് അവർക്ക് വിജയകരമായ ഒരു ജീവിതം പോലും നയിക്കുവാനായിട്ട് കഴിയുന്നത്, ഒരു ഫലവത്തായ ജീവിതം. അതിന് നമുക്ക് ദൈവവചനം കൂടാതെ കഴിയുകയില്ല. മാത്രമല്ല നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ നമ്മളെ വിളിച്ച് കാണിക്കുന്നത് ദൈവവചനമാണ്. നമ്മൾ യാക്കോബ് 1:23 വായിക്കുന്നുണ്ട്, ഈ വചനം ഒരു കണ്ണാടിയാണ്. നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, വചനം നമ്മുടെ അകവും പുറവും എല്ലാം ഒരുപോലെ കാണിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതുകൊണ്ട് ഈ വചനമെന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കേണ്ടതും ഈ വചനത്തിലൂടെ നമ്മളെ ശോധന കഴിക്കേണ്ടതും ഈ വചനാനുസരണം നമ്മളെ ഒരുക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. കാരണം കർത്താവ് യോഹന്നാൻ 12:26 പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ വചനം നിമിത്തം തന്നെ, ഈ വചനത്താൽ തന്നെ നിങ്ങൾ ന്യായം വിധിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയുണ്ട്. അപ്പോൾ പൗലോസ് റോമർ 2:16 പറഞ്ഞു, ഈ ഞാൻ പറഞ്ഞ ഈ സുവിശേഷം അനുസരിച്ച് നിങ്ങളെ ന്യായം വിധിക്കും. ഈ സുവിശേഷം, ഈ ദൈവത്തിൻ്റെ വചനം, ഈ വചനാനുസരണം ഒരു ന്യായവിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ നന്നായി പഠിക്കണം, ആ വചനത്തിൽ നമ്മൾ നിൽക്കണം. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് യോഹന്നാൻ 8:31-32 വായിക്കുന്ന പോലെ, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ഈ വചനത്തിൽ നിൽക്കുന്നവൻ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു ആത്മീകൻ എപ്പോഴും തികഞ്ഞ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മൾ ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് തിരുവചനം എപ്പോഴും അവർക്ക് വളരെ വളരെ പ്രിയമുള്ളതായിരിക്കും. ആ വചനം അവർ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഇന്ന് ഞാൻ രണ്ടാമത്തെ ഒരു ആത്മീയന്റെ അടയാളമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കും. വളരെ ഗഹനമായ ഒരു ശബ്ദവും പ്രയോഗവുമാണ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ.
നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ബി പാർട്ടിൽ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. അപ്പോൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട, യഥാർത്ഥ ആത്മീയമായിട്ട് വളരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, അവൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്. ഇന്ന് നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടോ? അതാ നമ്മൾ പരിശോധിക്കണ്ടേ. ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ക്രിസ്തുവിൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കരുതുന്ന ഒരു മനസ്സാണ്, മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഒരു മനസ്സാണ്, മറ്റുള്ളവരോട് ദയ ചെയ്യുന്ന ഒരു മനസ്സാണ്. അപ്പോൾ മറ്റുള്ളവരെയും രക്ഷിക്കുന്ന ഒരു മനസ്സാണ്. അപ്പോൾ ആ ഒരു മനസ്സ് ഇന്ന് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ന് അനേക വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യം ചിന്താബാ. ഇന്ന് ആത്മീയരെന്ന് പറയുന്ന അനേകർ പോലും അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമയമില്ല. മറ്റുള്ളവരെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാനോ, ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനോ അങ്ങനെയൊന്നും അവർക്ക് സമയമില്ല. അവരവരുടെ തന്നെ ജീവിതത്തിൽ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അവരുടേതായ മാത്രം ഉന്നതി, അതുമാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. എന്നാൽ വ്യക്തിപരമായിട്ട് നമുക്ക് ദൈവവചനം പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മറ്റുള്ളവരെയും കൂടി കരുതുവാൻ നമ്മൾ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. കണ്ടോ, പൗലോസ് പറയുകയാണ്, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമുക്ക് മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മളെ ഭരിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കണ്ടേ. നമ്മൾ മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കണം. അപ്പം ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഗുണം നോക്കുവാനായിട്ട് അവർക്ക് സമയമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുവാൻ, അവരെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉത്സാഹം വളരെ കുറവാണ്. ഇന്ന് നമുക്ക് യഥാർത്ഥമായിട്ടും മറ്റുള്ളവരുടെ ആത്മീയാവസ്ഥ കാണുമ്പോൾ നമുക്ക് അവരോട് സഹതാപം തോന്നാറുണ്ടോ? അവരെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുവാൻ, അവരെ ഒന്ന് ഉണർത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം എപ്പോഴും നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് അനേകം തടസ്സങ്ങളുള്ള ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടം. അപ്പോൾ നമുക്ക് സാന്ത്വനം തരുവാനായിട്ട്, നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ആരെയും കാണാൻ കഴിയാത്ത ഒരു കാലയളവാണ്. അപ്പോൾ ഒരു ആത്മീയൻ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചും കരുതലുള്ളവരായിരിക്കും. അവൻ മറ്റുള്ളവരെക്കുറിച്ചും ശ്രദ്ധിക്കും. എൻ്റെ സഹോദരി സഹോദരന്മാരിൽ ആരെങ്കിലും ആത്മീയമായിട്ട് അവർ ക്ഷീണിതരാണോ? അവർക്ക് എവിടെയെങ്കിലും വീഴ്ച ഭവിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് പലപ്പോഴും നമ്മൾ സതുപദേശം കൊടുക്കാൻ പോകുന്നത് തന്നെ നമ്മൾ ചിലപ്പോൾ അവർക്ക് ദ്രോഹികളായി മാറാം. അതും നമ്മൾ സൂക്ഷിക്കണം. വളരെ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് തിരുവചനം നമ്മളോട് പറയുന്ന ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ഉത്സുകരായിരിക്കണം. പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന കൊരിന്ത്യ ലേഖനത്തിലും അതിൻ്റെ 10-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ എന്ന്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. നമ്മൾ തന്നെ അന്വേഷിക്കാറുണ്ടോ? ഇത് ദൈവത്തിൻ്റെ മനസ്സുള്ളവരുടെ ഒരു ഗതിയാണ്. നമുക്കങ്ങനെ അന്വേഷിക്കാനായിട്ട് കഴിയണം. അങ്ങനെ അന്വേഷിക്കട്ടെ. എന്നിട്ട് തൻ്റെ അനുഭവത്തിൽ താൻ അതിൻ്റെ 33-ാം വാക്യത്തിൽ താൻ പറയുന്നത്, ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. കണ്ടോ, ഒരു സ്ത്രീ പറയുന്ന ആ തൻ്റെ സാക്ഷ്യം കേട്ടോ? അത് നമ്മൾ എത്രമാത്രം നമ്മളെ ചലഞ്ച് ചെയ്യാറുണ്ട്. ഒരിക്കലും ഞാൻ വായിക്കാം, ഞാനും എന്ന് പറഞ്ഞാൽ പൗലോസ് പറയാണ്, ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരെ യഥാർത്ഥമായും രക്ഷയിലേക്ക് നടത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? അല്ല, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ തികഞ്ഞവരാക്കി തീർക്കുവാൻ കഴിയുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നമ്മൾ എപ്പോഴും ദൈവവചനത്തിലൂടെ അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാനുള്ള ഒരു ഉത്സാഹം
ഒരു ആത്മീയനുണ്ടാവും. അത് എൻ്റെ ജീവിതത്തിൽ താൻ അത് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ കൊളോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊളോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എത്ര നല്ല ഒരു സാക്ഷ്യമാണ്. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി മറ്റുള്ളവരുടെ നന്മ കാക്ഷിച്ചുകൊണ്ട് താൻ ഈ ഓട്ടം ഓടുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നാടുകളിൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഏത് നിലയിലും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക. അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരിൽ ഈ ഒരു പ്രവൃത്തി കാണണം. ഇന്ന് അനേകരിൽ ദൈവമക്കളിലും ഇങ്ങനൊരു കാര്യം കാണുന്നില്ല. അവന് വേണമെങ്കിലും അവൻ വന്നോളും. ഒരുവന് പതിവായിട്ട് കൂട്ടായ്മയ്ക്ക് കാണുന്നില്ലെങ്കിലും അവരെ ഒന്ന് അന്വേഷിച്ച് പോകാനോ, ഈവൻ ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് മൊബൈലുണ്ട്, മൊബൈലിലൂടെ ഒന്ന് ബന്ധപ്പെടുവാനോ പോലുമുള്ള ഒരു ഉത്സാഹം കാണിക്കാത്തവരാണ് പല വിശ്വാസികളും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചൊരു ചിന്ത വേണം പ്രിയമുള്ളവരെ. അങ്ങനെ നമ്മുടെ കർത്താവ് നമ്മളോട് കാണിച്ച ആ സ്നേഹം, ആ സ്നേഹം നമ്മളിൽ വസിക്കുന്നെങ്കിൽ ആ സ്നേഹം നമ്മളിൽ നിന്നും ഒഴുകുവാനായിട്ട് ഇടയാകണം. നമുക്ക് ഓരോ ദിവസവും ഏത് നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാം. ഇവിടെ എങ്ങനെയെങ്കിലും ആത്മാക്കളെ നേടുവാനായിട്ട് ഓരോ സ്ത്രീയ പരിശ്രമിക്കുക. അവിടെ താൻ എന്ത് വില കൊടുക്കുവാനും തയ്യാറാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വെറും ഏത് നിലയിലും മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു തന്റെ ലക്ഷ്യം. അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏത് നിലയിലും അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ വെറും മനുഷ്യരെ മാത്രം പ്രസാദിപ്പിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതൊരു ആത്മീയ ശുശ്രൂഷയല്ല. ഇന്ന് തന്നെ അനേക ജഡീകന്മാരായിരിക്കുന്ന ആൾക്കാരുടെ ചിന്താഗതി അങ്ങനെയുണ്ട്. അതും വളരെ വഞ്ചിക്കപ്പെടുന്നതാണ്. പൗലോസ്ലീഹ ഈ കാര്യം എടുത്തു പറയുമ്പോൾ അതിനൊരു വിശദീകരണം ആവശ്യമാണല്ലോ. കാരണം നമ്മളെ എങ്ങനെയെങ്കിലും മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ടല്ല, ദൈവത്തെയും പ്രസാദിപ്പിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവഹിത പ്രകാരമുള്ള ഒരു അന്വേഷണം. നമുക്കറിയാം, നമ്മൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. കണ്ടോ? അപ്പോൾ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ ദാസൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നെന്ന് പറയുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുമായിരിക്കണം. ദൈവഹിത പ്രകാരമുള്ള ഒരു വ്യാപാരമായിരിക്കണം, ഒരു കാര്യമായിരിക്കണം. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എങ്ങനെയും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ട് അവരോട് കൂടെ എന്തെങ്കിലും തെറ്റുകൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുവാനല്ല ദൈവത്തിൻ്റെ ആത്മാവോട് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇന്ന് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ മനുഷ്യരെ നേടുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ അവരുടെ ബലഹീനതകളിൽ ഞാൻ പങ്കുചേർന്ന് ഇപ്പോൾ ഒരു വ്യക്തിക്ക് മദ്യപിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ചിലോ ഞാനും അവനോട് കൂടെ മദ്യശാലയിൽ പോയി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവനോട് ദൈവജനം പങ്കുവയ്ക്കാമെന്നുള്ള ചിന്താഗതിയാണെങ്കിൽ തെറ്റി. എത്രയോ വഞ്ചിക്കപ്പെടുന്നൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരുവചനത്തെ അതിൻ്റെ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. ഓരോ വ്യക്തികളോടും നമ്മൾ ആ വ്യക്തിയുടെ ആത്മാവിനെ നേടുവാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കണം. ഇതേ കാര്യം തന്നെ നമ്മൾ ദൈവവചനത്തിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല,
കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. കണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ സേവിക്കേണ്ടത്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല. അപ്പോൾ നമ്മൾ പല വാക്യങ്ങളും നമ്മുടെ ശരിയായിട്ടുള്ള അതിൻ്റെ അറിവില്ലാതെ അതിനെ തെറ്റായിട്ടും നമ്മളതിനെ വ്യാഖ്യാനിക്കും, അതിൻ്റെ തെറ്റായ അർത്ഥം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പല തെറ്റുകൾക്കും നമ്മൾ കൂട്ടുനിൽക്കും. അങ്ങനെ വരാതെ സൂക്ഷിക്കണേ ദൈവമക്കളെ. നമ്മൾ മറ്റുള്ളവൻ്റെ ഗുണം നോക്കുമ്പോൾ, അവനെ നമ്മൾ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടല്ല, ആ വ്യവസ്ഥയിൽ നിലനിന്നുകൊണ്ട് തന്നെയായിരിക്കണം. അപ്പോൾ ഏതൊരു കാര്യങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ യജമാനൻ നമ്മളിൽ സന്തോഷിക്കുന്നുണ്ടോ. അങ്ങനെ കർത്താവിന് മഹത്വം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും നിത്യതയിലില്ല. നമുക്ക് ചിലപ്പോൾ ഈ ലോകപ്രകാരം പ്രശംസകളൊക്കെ ലഭിച്ചെന്ന് വന്നേക്കാം, ലോകത്തിൽ പല നേട്ടങ്ങളുണ്ടായെന്ന് വന്നേക്കാം, മറ്റുള്ളവരെ പ്രശംസിക്കപ്പെട്ടെന്ന് വന്നേക്കാം. ഇതുകൊണ്ടൊന്നും നമുക്ക് നിത്യതയിൽ യാതൊരു ലാഭവും ഉണ്ടാകില്ല. അതേ കാര്യം ഒരു സ്ത്രീ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മൾ ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? ഒന്നാം സ്ഥാനം എപ്പോഴും കർത്താവിനുണ്ടായിരിക്കണം. അപ്പോൾ ആ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ നമുക്കൊരു പ്രയോജനവുമില്ല. അതേ കാര്യം എഫേസ്യ ലേഖനത്തിലും താൻ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 6-7 വാക്യം, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. കണ്ടോ? നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വളരെ ഗഹനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മളിൽ കർത്താവിൻ്റെ മനസ്സ് വേണം. ആ ഒരു മനസ്സ് എപ്പോഴും സ്വയത്തെ താഴ്ത്തുന്ന ഒരു മനസ്സാണ്. നമുക്കറിയാം, കർത്താവ് തന്നെ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ താനിങ്ങനെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത്. കണ്ടോ? ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, താൻ ശുശ്രൂഷിക്കുവാനാണ് വന്നത്. അനേകർക്ക് വേണ്ടി തന്റെ പ്രാണനെ മറുപടിയായി കൊടുക്കാനാണ് വന്നത്. അപ്പോൾ കർത്താവിന്റെ മനോഭാവം എപ്പോഴും ഒരു ദാസന്റെ, ഒരു അടിമയുടെ മനോഭാവമായിരുന്നു. അതേ മനോഭാവം നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ വളരെ ശക്തമായി വരച്ച് കാട്ടിയിരിക്കുന്നത് എല്ലാവരും പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്. അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം അല്ലേ? നമ്മൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കണേ, അതാണ് പിതാവിനെ അനുസരിക്കുന്നതിൽ ക്രൂശിലെ മരണത്തോളം. ഈ ക്രൂശ് മരണത്തിൽ നിന്നും തനിക്ക് ഒഴിവാകാമായിരുന്നു. എന്നാൽ ഈ ക്രൂശ് മരണത്തിന് വേണ്ടി തന്നെയാണ് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നേ. താൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ വന്നവനാണ്. അപ്പോൾ അത് ദൈവേഷ്ടപ്രകാരം താൻ പൂർണ്ണമായും ഏൽപ്പിച്ചുകൊണ്ട് കഴിയുന്നേ. നമ്മൾ ചിന്തിക്കണം, പീലാത്തോസിന് വിട്ടയക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അല്ല, അവിടെ നിന്ന് ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം പറഞ്ഞു, നീ ഇറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം, കുരിശിൽ നിന്ന് ഇറങ്ങി വാ. അപ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികളുണ്ടായി. പല നിലകളിൽ ഈ ക്രൂശിനെ ഒഴിഞ്ഞു പോകുവാനായിട്ട് കർത്താവിന് കഴിയും. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി വന്നവനാണ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ വേണ്ടി വന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ നിന്റെ ഇഷ്ടമെന്നാ
ഗെത്സമന തോട്ടത്തിലും കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ആ പാനപാത്രം ക്രൂശിലെ മരണത്തിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ മരണത്തിൻ്റെ വേദനയല്ല, അതിലപ്പുറമായും പിതാവിൻ്റെ വേർപാടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കലും കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ എപ്പോഴും കൂടെയിരിക്കുന്ന ആ പിതാവ് നമ്മുടെയെല്ലാം പാപത്തിൻ്റെ ആ പാപം അവൻ തൻ്റെ പുത്രന് മേൽ ചുമത്തപ്പെട്ടപ്പോൾ പിതാവ് പുത്രനെ കൈവിട്ടു. അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് മാത്രമാണ് കർത്താവ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥാനത്തും പിതാവേ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി പ്രായശ്ചിത്ത മരണം വരിക്കുമ്പോൾ പിതാവ് തൻ്റെ പുത്രനെ കൈവിട്ടു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ അത്യന്തം പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പുത്രൻ കൈവിടപ്പെട്ടത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ടാണ്. ആ മകൾ സ്നേഹം അനുഭവിക്കുന്നവനാണ് യഥാർത്ഥ ദൈവവൈദ്യൻ. അങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥമായും ഒരു ആത്മീയനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ആത്മീയനായ ജീവിതം ഈ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, ദൈവഹിതത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം. എന്നാൽ നമുക്കറിയാം, ഇന്നും കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ മനോഭാവം എന്തായിരുന്നു? അവരുടെ മനസ്സെന്തായിരുന്നു? ഞങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ളൊരു ചിന്താഗതി. നോക്കണേ, ഞങ്ങളിൽ ആരാണ് വലിയവൻ? നമുക്കത് സുവിശേഷങ്ങളിൽ പല ഭാഗത്ത് കാണാം. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ലൂക്കോസ് 9-ാം അധ്യായത്തിൽ, ലൂക്കോസ് 9-ാം അധ്യായം, അവിടെ അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 48 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. നോക്കണം, അപ്പോൾ അവരുടെ ഒരു വാദം, നമ്മളിൽ ആരാണ് ഇനി വലിയവൻ എന്നുള്ളതാണ്. ഇതാണ് ഈ ലോക മനുഷ്യൻ്റെ ഒരു വലിയ ചിന്ത. വലിയവനാകാൻ, സ്വയം വലിയവനാകാൻ ശ്രമിക്കുന്ന, നമുക്ക് യഥാർത്ഥത്തിൽ വലിയവനാകാനുള്ള സൂത്രം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും ദൈവത്താൻ. അതാ യഥാർത്ഥമായ വഴി. എന്നാൽ ഇവിടെ തന്നെത്താൻ ഉയർത്താൻ നോക്കുക. നമ്മളിൽ ആരാണ് വലിയവൻ? അപ്പോൾ കർത്താവ് അവരെ പഠിപ്പിച്ച ഒരു കാര്യം എന്തായിരുന്നു? നമ്മൾ അതിന് മുമ്പോട്ട് വായിക്കുമ്പോൾ, യേശു അവരുടെ ഹൃദയവിചാരം കണ്ടു. ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളിൽ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവൻ ആകും എന്ന് അവരോട് പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവനാകും. അപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ കാണിച്ചു തന്ന മാതൃക അതാ. എല്ലാവർക്കും ശുശ്രൂഷകനായിക്കൊണ്ട് എല്ലാവരിലും ചെറിയവനായിത്തീർന്നൊരു അനുഭവം. അതാണ് പ്രിയമുള്ളവരെ നമുക്ക് വലിയവനാകാനുള്ള മാർഗം. ഈ ചിന്താഗതി, ഈ കാര്യം കർത്താവ് പഠിപ്പിച്ച ശേഷം ഈ ചിന്താഗതി അവരെ വിട്ട് മാറിയില്ല. ഈ ചിന്താഗതി അവരിൽ പിന്നെയും ഉണ്ടായി. നമ്മൾ അതേ ലൂക്കോസ് 22-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 22-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. നോക്കണേ, വീണ്ടും ഇത് ഒരിക്കൽ കർത്താവ് പഠിപ്പിച്ച് ഗ്രഹിപ്പിച്ചതാ. ഇതിനുശേഷം അവർക്ക് ആ ജഡികമായ ചിന്താഗതി വീണ്ടും, ഇന്ന് അതല്ലേ നമ്മൾ സംഘടനകളിലൊക്കെ കാണുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പുല്ലാപ്പുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം തകർന്നില്ലേ പ്രിയമുള്ളവരെ? ആത്മീയമായിരിക്കുന്ന പ്രകാശനം നഷ്ടപ്പെട്ടു. ജഡീകന്മാരെ കൊണ്ട് നിറയപ്പെട്ട ഒരു ആത്മീയ ഗോളത്തെയാണ് നമുക്ക് കാണാൻ പറയുന്നത്. അതൊരു ആത്മീയ ഗോളം എന്ന് തന്നെ പറയുവാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ തിരിച്ചറിയണം. ഇന്ന് യഥാർത്ഥ സത്യത്തെ പിൻപറ്റുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ, സത്യവചനത്തെ മുറുകെ പിടിക്കുന്നവർ. എന്നിട്ട് അവിടെ അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിലിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിലിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളിടയിൽ ശുശ്രൂഷിക്കുന്നവരെ പോലെ ആകുന്നു. ഞാനോ നിങ്ങളിടയിൽ
ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നോക്കണേ, അപ്പോൾ കർത്താവ് തന്നെ എത്രമാത്രം താഴ്ത്തുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? നമുക്ക് എന്തെങ്കിലും അഹങ്കരിക്കാനുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ എന്തെങ്കിലും ഒരു വ്യക്തിയോട് വിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അവിടെ നീളം കാണണം, ഒരു 10 ട്രാക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കരുതെന്നല്ല കൊടുക്കണം, പറയരുതെന്നല്ല പറയണം. എന്നാൽ അതിലൊന്നും നമ്മൾ നിഗളിക്കുവാനോ പുകഴുവാനോ പാടില്ല പ്രിയമുള്ളവരെ. നമ്മൾ അധികമായി ഇതെല്ലാം ചെയ്യുന്നവരായിരിക്കണം. എല്ലാവരേക്കാൾ അധികമായി കഷ്ടപ്പെട്ടു അധ്വാനിച്ചുവെന്ന് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15:10 പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഞാനല്ലേ, എന്നോട് കൂടെയുള്ള ദൈവകൃപ എത്രയെന്ന എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ശക്തിക്ക് ഒത്തവണ്ണമായതുകൊണ്ട് എല്ലാ പുകഴ്ചയും ദൈവത്തിന് കൊടുക്കുകയാണ്, ഒരിക്കലും സ്വയം എടുക്കുന്നില്ല. അതേ കാര്യം തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു വലിയൊരു കാര്യം, അത് നമ്മുടെ ശ്രദ്ധയിൽ വളരെ ശ്രദ്ധിച്ചേക്കേണ്ട ഒരു കാര്യമാണ്. അത് ലൂക്കോസ് 17:10. അവിടെ വായിക്കുന്നത് എന്താണ്? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവിൻ. കണ്ടോ? അപ്പൊ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷവും ഞാൻ അങ്ങോട്ട് മിടുക്കനായി എന്ന് ചിന്തിക്കുകയല്ല. അങ്ങനെ ഒരു കാര്യമല്ല ദൈവം ആഗ്രഹിക്കുന്നേ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്ത ശേഷവും നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ എന്തെങ്കിലും കൂടുതലായി ചെയ്തു എന്നോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ മിടുക്കനായി എന്നോ അല്ല. ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, എൻ്റെ യജമാനൻ എന്നെ ഏൽപ്പിച്ചത് മാത്രമേ നാം ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഈ തലമുറയിൽ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം എവിടെ നിൽക്കുന്നു? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ യജമാനനായ നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? എപ്പോഴും ഇന്ന് കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയുമോ? കർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഞാനൊരിക്കലും ഏകനല്ല. എന്തുകൊണ്ട് ഏകനല്ല എന്നതിൻ്റെ കാര്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ കർത്താവ് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടോ? ഈ കർത്താവിന് കർത്തൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? ഇത് നമ്മളെ തന്നെ പരിശോധിക്കണം. അപ്പോൾ ഒരു ശരിയായ ആത്മീയന് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായിരിക്കും. അവൻ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവനായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് എന്തുമായി തീരുവാനായിട്ട് അവർ ഉത്സാഹിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ നമുക്ക് ഇപ്രകാരമായി തീരുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ. നമ്മളെ തന്നെ നമ്മൾ ശോധന കഴിക്കണം. ദൈവവചനത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയായിരിക്കുന്നു, എപ്രകാരമായിരിക്കുന്നു, എൻ്റെ ആത്മീയ ജീവിതം എവിടെ, ഞാൻ യഥാർത്ഥമായും ഒരു ആത്മീയനായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവ് ഈ വചനങ്ങളാൽ യഥാർത്ഥമായ ഒരു ആത്മീയനോ എന്ന് പരിശോധിച്ച് ഒരു വിശുദ്ധനായി വിജയിയായി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.